Hi guys. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റിൽ മെത്തേഡ് ഡിഫൈൻ ചെയ്യാനുള്ള വേറെ സിൻടാക്സ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് ഗെറ്റ് ഫോർമാറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ എന്നൊക്കെ നമുക്ക് കീവേഡൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത്. ഇത് പെർഫെക്റ്റ്ലി കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് അല്ലെന്ന് വെച്ചാൽ കറക്റ്റ് അല്ലെന്ന് പറയില്ല, പെർഫെക്റ്റ്ലി കറക്റ്റ് ആണ്. പക്ഷേ ഇതിനൊരു ഷോർട്ടർ സിൻടാക്സും കൂടി ഉണ്ട്. സോ അതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഫംഗ്ഷൻ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫംഗ്ഷൻ കീവേഡ് എന്താ വെച്ചാൽ റിമൂവ് ചെയ്യാം അവിടെ. ഓക്കെ, ഫംഗ്ഷൻ കീവേഡ് റിമൂവ് ചെയ്യാം. അപ്പം ഈ കോളനും ഉള്ളത് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഡയറക്റ്റ് ഈ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, സോ പരാന്തസിസ് പ്രോപ്പർട്ടി നെയിമിൻ്റെ അത് ആഡ് ചെയ്യണം. അതായത് ഇങ്ങനെ തന്നെ എഴുതാം, ഗെറ്റ് ഫോർമാറ്റഡ് ടൈറ്റിൽ പരാന്തസിസ് ഉള്ളിൽ പാരാമീറ്റർ കൊടുക്കുക. നമ്മുടെ കേസ് പാരാമീറ്റർ ഇല്ല. സോ എന്നിട്ട് ഫംഗ്ഷൻ്റെ ബോഡി നമ്മളിവിടെ ഇങ്ങനെ എഴുതാം. ഇത് വർക്ക് ചെയ്യില്ലെന്ന് വെച്ചാൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഇപ്പോൾ ബേസിക്കലി കീ വാല്യൂ പെയർ പോലെ അല്ല, ഒബ്ജക്റ്റിലൊരു മെത്തേഡ് ഷോർട്ട് ആൻഡ് സിൻടാക്സ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സേവ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ഒന്ന് റീലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫേവറേറ്റ് മൂവി ഇതൊക്കെ ഞാൻ റാൻഡമായിട്ട് കുറച്ച് വാല്യൂസ് കൊടുക്കുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം വർക്ക് ആവുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എന്ന് വെച്ചാൽ അത് കറസ്പോണ്ടിങ്ങിൽ ഇവിടെ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കെന്ന് വെച്ചാൽ ഒരു സ്ട്രേഞ്ച് ബിഹേവിയറും കൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് റെൻഡർ മൂവീസിനുള്ളിൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ വിളിക്കുന്നത് എന്ന് വെച്ചാൽ ഈ മൂവി ഡോട്ട് ഗെറ്റ് ഫോർമാറ്റഡ് ടൈറ്റിൽ എന്ന മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വിളിക്കുന്നത് അല്ലേ. ഇവിടെ ഡോട്ടിൻ്റെ മുന്നിൽ മൂവി ഉള്ളത് കൊണ്ട് നമ്മൾ എന്താ പറഞ്ഞു വെച്ചാൽ ദിസ് എന്ന് പറഞ്ഞാൽ മൂവി ആയിരിക്കും നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്കിനി ഡീസ്ട്രക്ചറിങ് ഉപയോഗിച്ച് മെത്തേഡ് എടുത്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി മൂവി ഒബ്ജക്റ്റ് ഉണ്ട്. സോ ഇപ്പം ഞാൻ എഴുതാണ് കോൺസ്റ്റ് എഴുതിയിട്ട് ഗെറ്റ് ഫോർമാറ്റഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഈക്വൽ ടു മൂവി നമുക്കിങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. എന്നിട്ട് ഗെറ്റ് ഫോർമാറ്റഡ് ടൈറ്റിൽ നമുക്ക് ഡയറക്റ്റ് വിളിക്കണം എന്ന് വിചാരിക്കാം ഇവിടെ. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ട് ഇപ്പോൾ ഗെറ്റ് ഫോർമാറ്റഡ് ടൈറ്റിലുള്ള കോൺസ്റ്റന്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ആ മൂവിയിൽ നിന്നുള്ള ഒബ്ജക്റ്റിലെ പ്രോപ്പർട്ടി എടുത്ത് ഇത് ആഡ് ചെയ്യാന്ന്. ഓക്കെ, സോ ഇങ്ങനെ നമുക്കിങ്ങനെ ഡയറക്റ്റ് വിളിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കാനൊക്കെ പറ്റും. പക്ഷേ ഡോട്ടിൻ്റെ മുന്നിൽ മൂവി ഇല്ല. സോ അതുകൊണ്ട് ദിസ് എന്നുള്ള ഒബ്ജക്റ്റ് മൂവി ആകില്ല ബേസിക്കലി. ഓക്കെ, സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം എന്താണ് നമുക്ക് എറർ കിട്ടുന്നുള്ളത്. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കൺസോൾ ഡോട്ട് ലോഗ് എഴുതാം. കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ദിസ് ദിസ് ഒന്ന് അറിയാനായിട്ട് നമുക്ക് ദിസ് എന്താ വരണമെന്ന് അറിയാം. ആയിട്ട് സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഞാനിവിടെ മെൻഷൻ ചെയ്യാണ് ഡാറ്റാസ് കുറച്ച് ആഡ് മൂവി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എറർ വരുന്നുണ്ട്. കനോട്ട് റീഡ് പ്രോപ്പർട്ടി ഓഫ് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എറർ വരുന്നുണ്ട്. സോ ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താ വെച്ചാൽ ദിസ് ഡോട്ട് റിട്ടേൺ ചെയ്യുന്ന ദിസ് ഡോട്ട് ഇൻഫോ ഡോട്ട് ടൈറ്റിൽ ഡോട്ട് അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതിൽ ദിസ് എന്നുള്ള മൂവി ബേസിക്കലി ദിസ് എന്നുള്ളത് മൂവി ഒബ്ജക്റ്റ് അല്ല നമ്മുടെ കേസിൽ ഇപ്പോൾ കറൻ്റ് ഉള്ളത്. സോ അല്ലാത്തതുകൊണ്ട് എന്താ വെച്ചാൽ ദിസ് ഡോട്ട് ഇൻഫോ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഡിഫൈൻഡ് ആയിട്ട് എടുക്കണ്ടോ. നമ്മൾ ദിസ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, ദിസ് ഡോട്ട് ഈ മൂവിയൊന്നും ഇല്ല ഒബ്ജക്റ്റ്. കാരണം ഈ ദിസ് വരുന്നത് വിൻഡോ ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത് കറൻ്റ്. ഓക്കെ, സോ ദിസ് എന്നുള്ള മൂവി അല്ലാത്തത് കൊണ്ട് ദിസ് ഡോട്ട് ഇൻഫോ അൺഡിഫൈൻഡ് ആയി. അതുകൊണ്ട് അൺഡിഫൈൻഡ് ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ അടിക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു വെച്ചാൽ ദിസ് ഇവിടെ ബേസിക്കലി എന്താ ചെയ്യുക വെച്ചാൽ ഡോട്ടിൻ്റെ മുന്നിൽ ഒന്നുമില്ല, നമ്മൾ ഡയറക്റ്റാണ് വിളിക്കുന്നത്. നമ്മുടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗെറ്റ് ഫോർമാറ്റഡ് ടൈറ്റിൽ നമ്മൾ വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഡോട്ടിൻ്റെ മുന്നിൽ ഒന്നുമില്ല, നമ്മൾ ഡയറക്റ്റാണ് വിളിക്കുന്നത്. ഇങ്ങനെ ഡയറക്റ്റായിട്ട് വിളിക്കുന്ന കാരണം ഈ ദിസ് എന്നുള്ള ഒബ്ജക്റ്റ് ബേസിക്കലി എന്തായി മാറും, വിൻഡോ ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് കൺസോൾ ലോഗ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ വിൻഡോ ഒബ്ജക്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് നോൺ സ്ട്രിക്റ്റ് കേസിലാട്ടോ ഇതിങ്ങനെ വരുന്നത്. നമുക്ക് സ്ട്രിക്റ്റ് കേസിൽ ചെക്ക് ചെയ്താൽ ഇതെന്താ വരുന്നുള്ളത്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ സ്ട്രിക്റ്റ് ആക്കാനായിട്ട് യൂസ് TRICT നിങ്ങളുടെ ഫയലിൻ്റെ മുകളിൽ യൂസ് സ്ട്രിക്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇങ്ങനെ റീലോഡ് ചെയ്തിട്ട് നമ്മളൊരു ഡാറ്റ ഒന്ന് കൊടുത്തേക്കാം സ്ട്രിക്റ്റ് മോഡിൽ. നോൺ സ്ട്രിക്റ്റിലാണ് വിൻഡോ ഒബ്ജക്റ്റ് വന്നിരുന്നത്. സ്ട്രിക്റ്റിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അൺഡിഫൈൻഡ് ആണ് വരുന്നത് നമുക്ക്. ഓക്കെ, സോ അതുകൊണ്ട് നോൺ സ്ട്രിക്റ്റിലും ദിസ് എന്നുള്ള മൂവി ആകില്ല. ദിസ് എന്ന് പറഞ്ഞാൽ മൂവി ഒബ്ജക്റ്റ് ആകില്ല രണ്ട് കേസിലും. സ്ട്രിക്റ്റിലാണെങ്കിലും നോൺ സ്ട്രിക്റ്റിലാണെങ്കിലും ദിസ് എന്നുള്ളത് മൂവി ആകില്ല. പക്ഷേ നോൺ സ്ട്രിക്റ്റ് ആണെങ്കിൽ ദിസ് എന്ന് പറഞ്ഞാൽ വിൻഡോ ഒബ്ജക്റ്റ് ആവും. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് അൺഡിഫൈൻഡ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ഇനി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യണം.
ഓക്കെ, ദിസ് അൺഡിഫൈൻഡ് ആയിരുന്നു. സോ നമുക്കിത് എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ സിമ്പിളാണ്. നമ്മൾ മുമ്പ് എഴുതിയ പോലെ മൂവി ഡോട്ട് ഗെറ്റ് ഫോർമാറ്റഡ് ആയിട്ട് നമുക്ക് എഴുതാം. വരുന്നുണ്ട് ഇവിടെ നമ്മളിവിടെ മുമ്പ് ഇത് ഡിസ്ചാർജിങ് പറ്റിയിട്ട് മൂവി ഡോട്ട് ഗെറ്റ് ഫോർമാറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ആവും. പക്ഷേ നിങ്ങളുടെ കേസിൽ നിങ്ങൾ വിചാരിക്കും, ഇൻ കേസ് നിങ്ങൾ റിയൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കുന്നുണ്ട് ഡാറ്റ. സോ അങ്ങനത്തെ ടൈമിൽ നിങ്ങൾക്ക് ഇത് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ഓപ്ഷനാണെന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഫിക്സ് ചെയ്യാനായിട്ട്. അത് ബൈൻഡ് ഉപയോഗിച്ച് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. സോ ഇതിന് മുമ്പ് നമ്മൾ ബൈൻഡ് ഗോത്രൂ ചെയ്തു അല്ലേ, ആർഗ്യുമെൻറ്റ്സ് പി കോൺഫിഗർ ചെയ്യാനായിട്ട് നമ്മൾ ഗോത്രൂ ചെയ്തു. പക്ഷേ ബൈൻഡിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് നമ്മൾ ബേസിക്കലി എന്താ കൊടുക്കുന്നത് വെച്ചാൽ ദിസ് ആർഗ്യുമെൻ്റ് ആണ് കൊടുക്കുന്നത്. സോ അത് ബേസിക്കലി വെച്ചാൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ദിസ് എന്താവണം എന്നുള്ളതാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ബൈൻഡ് വെച്ചിട്ട്. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ കോൺസ്റ്റൻ്റായിട്ട് ലെറ്റ് ആക്കാം, ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കണം നമ്മൾ ഈ വാല്യൂ. എന്നിട്ട് ഞാൻ പറയുകയാണ് ഈ ഗെറ്റ് ഫോർമാറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഗെറ്റ് ഫോർമാറ്റ് ടൈറ്റിൽ ഇവിടെ എടുക്കുന്ന ഗെറ്റ് ഫോർമാറ്റ് ടൈറ്റിൽ ഡോട്ട് ബൈൻഡ് ഓഫ് എന്താണോ ദിസ് വേണ്ടത് വെച്ചാൽ അത് എടുക്കാം. നമ്മുടെ കേസിൽ മൂവിയാണ് ദിസ് വേണ്ടത്. സോ ഒന്ന് മൂവി നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഇപ്പോൾ ഗെറ്റ് ഫോർമാറ്റ് ടൈറ്റിലിൻ്റെ മെത്തേഡിൻ്റെ ഉള്ളിൽ ദിസ് എന്തായിരിക്കും, മൂവി ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ബൈൻഡ് ചെയ്യാണ് ബേസിക്കലി ആ മൂവി ഒബ്ജക്റ്റ് ഈ മെത്തേഡിലേക്ക് ബൈൻഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ദിസ് ബേസിക്കലി മൂവി ഒബ്ജക്റ്റിന് കിട്ടുകയും ചെയ്യും. നമുക്കൊന്ന് റീലോഡ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ വരുന്നത് എന്നുള്ളത്. ഞാൻ കുറച്ച് ഡാറ്റ ഒക്കെ കൊടുക്കുന്നു. എന്നിട്ട് ആഡ് മൂവി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കണ്ടോ ദിസ് എന്ന് പറഞ്ഞാൽ ഇൻഫോ ഒബ്ജക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണോ നമ്മൾ പാസ് ചെയ്യുന്ന ആ മൂവി ഒബ്ജക്റ്റ് ബേസിക്കലി നമ്മൾ ബൈൻഡ് ചെയ്ത മൂവി ഒബ്ജക്റ്റ് എന്താണ് അത് ദിസ് ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ അപ്ലിക്കേഷനും കറൻറ്റ്ലി ഇവിടെ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, സോ ഗെറ്റ് ഫോർമാറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ ഷോർട്ടസ്റ്റ് ഒക്കെ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സിൻടാക്സ് ഒന്ന് മോഡിഫൈ ചെയ്തു. പിന്നെ ഡീസ്ട്രക്ചറിങ് ഉപയോഗിച്ചിട്ടൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ദിസ് ഗ്ലോബൽ അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ട്രിക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്ട്രിക്റ്റ് മോഡ് ആണെങ്കിൽ ദിസിൻ്റെ കേസിൽ വിൻഡോ ഒബ്ജക്റ്റ് ആയിരിക്കും. സ്ട്രിക്റ്റ് മോഡ് ആണെങ്കിൽ അതിൻ്റെ കേസിൽ അത് അൺഡിഫൈൻഡ് ആയിട്ട് മാറും. സോ ഇങ്ങനത്തെ കേസിലൊക്കെ ഒരു ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ബൈൻഡ് യൂസ് ചെയ്യും. ഒന്നെങ്കിൽ മൂവി ഡോട്ട് ആ ഡോട്ട് നൊട്ടേഷൻ യൂസ് ചെയ്താൽ ഫിക്സ് ചെയ്യാനായിട്ട് ദിസിൻ്റെ വാല്യൂ കിട്ടാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ബൈൻഡ് ചെയ്യുക എന്നിട്ട് ഈ കറസ്പോണ്ടിങ് എന്ത് ഒബ്ജക്റ്റ് ആണെന്ന് വെച്ചാൽ അതിനെ വെച്ച് ലോക്ക് ചെയ്തിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ നമുക്ക് ദിസ് ഒബ്ജക്റ്റ് നമ്മുടെ കറസ്പോണ്ടിങ്ങിൽ എന്താണോ നമുക്ക് വേണ്ടത് ഒബ്ജക്റ്റ് വേണ്ടത് വെച്ചാൽ അത് കിട്ടി നമ്മുടെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യും, വിത്തൗട്ട് എറർ വർക്ക് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.